Welcome to Eastern Madhuram Payasarani, powered by Muthoot Finance and Ramraj Dhotis, Shirts and Vests, in association with Swayamvara Silks, Indira Dairy and Handex. അങ്ങനെ നമ്മളുടെ ഓണക്കാലം ആഘോഷപൂർവ്വമാക്കാനായിട്ട് പായസറാണി മത്സരം കൈരളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ അത് ആസ്വദിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് 8ാമത്തെ ദിവസം മത്സരം തുടരുന്നു. മത്സരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സെമി ഫൈനൽ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെമി ഫൈനൽ റൗണ്ടും വളരെ ഗംഭീരമായിട്ട് തന്നെ ഞങ്ങളിവിടെ തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രസിദ്ധ സിനിമാ താരം ശ്രീകൃഷ്ണ ഉണ്ട്. അപ്പോൾ കൃഷ്ണയെ കൂടി സ്വാഗതം ചെയ്യാം. ചേച്ചി, ഒരുപാട് ദൂരം നമ്മൾ പോയി കഴിഞ്ഞു പായസം വെച്ച്. ഇപ്പൊ ഏകദേശം 8ാമത്തെ എപ്പിസോഡാണ് സെമി ഫൈനൽ. ഇനി ഒരു സെമി ഫൈനൽ കൂടിയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ then the finals. എന്ത് തോന്നുന്നു? ടോട്ടലി കൊള്ളാം ചേച്ചി. നൈസ് എക്സ്പീരിയൻസ്. എല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ആൻഡ് അവരെല്ലാവരും ഭയങ്കര സഹകരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അതെ, അവസാനം അറിയാം ലാസ്റ്റ്. എനിവേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല എക്സ്പേർട്സ് ആണ്. പിന്നെ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ അല്ലേ, അത് കുറച്ച് സ്പോർട്ടീവായിട്ട് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കുന്നത്. അവരത് അങ്ങനെയാണ്, അവർ അങ്ങനെയാണ് മൈൻഡിൽ കാണുന്നത്. ദെൻ ഇറ്റ്സ് ഓക്കെ, നമ്മളും ഹാപ്പിയാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ സെമി ഫൈനൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കണ്ടസ്റ്റൻസ് ആർ ഓൾ റെഡി? വിളിക്കാം. ഓക്കെ, വരിക. അപ്പോൾ എല്ലാവരും അവരവരുടെ പൊസിഷനിലെത്തി ഇരിക്കുന്നു, അവരുടെ ടേബിളിലെത്തി കഴിഞ്ഞു. പറഞ്ഞു, അതായത് മെയിനായിട്ട് നിങ്ങൾ ഈ റൗണ്ടിൽ നിന്നും എത്ര പേരെടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ 3 റൗണ്ട് കഴിയുമ്പോഴേ, അതായത് സെമി ഫൈനലിൽ വന്നിരിക്കുന്ന 18 പേരിൽ നിന്നാണ് നമ്മൾ 6 പേരെ എടുക്കുന്നത്. അത് ഈ 3 റൗണ്ടും കഴിഞ്ഞിട്ട് മാത്രമേ അനൗൺസ് ചെയ്യുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ഓഫ് ദി 18. അത് ചിലപ്പോൾ ഒരു റൗണ്ടിൽ കമ്പൽസറി ആയിട്ട് 2 പേരാവണമെന്നില്ല. ചിലതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ഇറ്റ് ഡിപ്പെൻസ്. ഏറ്റവും നന്നായിട്ട് കാര്യം നിങ്ങൾ എല്ലാവരും ഒരേ കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്താ പറയുക പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു കിറ്റ് ഉണ്ടാകും, നിങ്ങളുടെ ടേബിളിലുണ്ടാകും. അത് തുറന്ന് നോക്കുക. എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ, ഒരേ ഇൻഗ്രീഡിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യാം. ഏത് പായസമാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നന്നായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് എനിക്കിവിടെ പായസം ഉണ്ടാക്കാൻ തന്നിരിക്കുന്നത് പാല്, ശർക്കര, അവില്, പഞ്ചസാര, നീന്തൽപ്പഴം, മിൽക്ക് കോക്കനട്ട്, ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, പാല്. ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു. ഇനി അതിലോട്ട് അവില് ഇടുകയാണ്. അടുത്തത് പഴം കട്ട് ചെയ്യുക. നെയ്യ് ഒഴിച്ചു. കുറച്ച് നട്സ് ഇട്ട് കൊടുക്കുക. വഴട്ടെടുക്കുക. നല്ലോണം വഴറ്റണം. ശർക്കര പാനിയൊക്കെ ഇനി തേങ്ങാപ്പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പാല് ഇത് നല്ല കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടല്ലോ കൂടുതലായിട്ട്. എന്ത് പായസം അപ്പോൾ ഇത്? ഞാൻ അവിലും പഴവും ശർക്കര അണ്ടിപ്പരിപ്പ് മിക്സ് ചെയ്തിട്ട് അല്ലാതെ പൊരിച്ചും അല്ലാണ്ട് ക്രഷ് ചെയ്തിട്ടു കടിക്കാൻ അവിലിട്ടു. ഇനി ഇത് വറുത്ത് വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ലാസ്റ്റ് വെറുതെ ജസ്റ്റ് ഒന്ന് അവിലായതുകൊണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, അവലായതുകൊണ്ട് ഇരിക്കുന്നതോറും അത് കുറുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പാല് വാരും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന.
മിനിറ്റ് കുറച്ചിടുകയാണ്. എനിക്ക് കിറ്റിൽ തന്ന ഇൻഗ്രീഡിയൻസ് അവല്, ശർക്കര, പിന്നെ നട്ട്സ്, കിസ്മിസ്, കോക്കനട്ട് പൗഡർ, പിന്നെ 2 ബനാന ഉണ്ട്, ഷുഗർ ഉണ്ട്, ഏലക്കായ്, നെയ്യ്. ഇനി ഇത് വെച്ചിട്ട് ഒരു പായസം റെഡിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നമ്മളെ ഐഡിയ കൂടി നമുക്ക് ഒരു പായസം റെഡിയാക്കാം. നമ്മൾ ജസ്റ്റ് അവലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അവൽ ഇതിൽ റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നെ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യുക, പഴം ചെറുതായിട്ട് കട്ട് ചെയ്യുക, കുറച്ച് നട്ട്സ് ഇതിലേക്ക് മുറിച്ചിടാം, കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യുക. കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണല്ലേ? അതെ അതെ അതെ, ഞാനൊരു സിമ്പിളാണ് ഉണ്ടാക്കുന്നത്. ഇദ്ദേഹത്തിന് പ്രശ്നമില്ല, എന്താ വെച്ചാൽ നിമിഷകവി പോലെ ഓൺ ദ സ്പോട്ടാണ് റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ അതെ, ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്. എല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ മൈൻഡിലാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അതുപോലെ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി കാണും അല്ലേ? എന്താ ക്രിയേറ്റീവായിട്ട് ആലോചിച്ചു? എന്താലോചിച്ചു? ഞാനൊരു പിടി തന്നെയാണ് ഉദ്ദേശിച്ചത്. അന്നേരം പാത്രം എന്നെ പറ്റിച്ചു. അപ്പോൾ എന്ത് പിടി ഉണ്ടാക്കിയ? ഞാൻ ബനാനൻ്റെ ഒരു ബോൾസ് ഉണ്ടാക്കി, എന്നിട്ട് പിന്നെ ഷുഗർ സിറപ്പാക്കിയതാണ്. അല്ല ശർക്കര അല്ല, ഷുഗർ കാരമലൈസ് ചെയ്ത്. അതപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഷുഗർ തന്നെയാണ്? ഷുഗർ കാരമലൈസ് ചെയ്ത്. മനസ്സിലായി, ശർക്കര ചേർത്തിട്ടില്ല. ഓക്കെ. പിന്നെ പാൽ ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്? പാല് തേങ്ങാപ്പാലാണോ? പാക്കറ്റ് പാലും പിന്നെ തിക്നെസ്സിന് വേണ്ടിയിട്ട് മറ്റേ പാലും ഉപയോഗിച്ചു കുറച്ച്. പിന്നെ അവലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്. അവലകത്ത് ആക്ച്വലി ഇല്ല. അല്ല, ഞാൻ മേലെ ഇനി ഇടാൻ പോണതേ ഉള്ളൂ. അല്ല, മേലെ ഇട്ടതാണ്. മനസ്സിലായി. അതല്ലാതെ വേറെ ഉണ്ടാവില്ല അകത്ത്, ഇടുന്നേ ഉള്ളൂ. ഗാർണിഷിംഗ് മാത്രമേ ഉള്ളൂ. ഗാർണിഷിംഗ് നോക്കാം. ഓക്കെ, നടക്കട്ടെ. അങ്ങനെ എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ ടൈപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത്. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് പായസം റെഡിയാക്കിയത്. പിന്നെ ബനാനനെ കൊണ്ട് ചെറിയൊരു ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നസീമ അലി, മലപ്പുറം പുത്തനത്താണിയിൽ നിന്നാണ് ഞാൻ ഈ കൈരളി ടി വിയിലെ പായസറാണിയിലേക്ക് മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഇന്നിവിടെ സെമി ഫൈനലിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് കോക്കനട്ട് പൗഡർ, ചക്കര, പഞ്ചസാര, പാല്, കിസ്മിസ്, നെയ്യ്, അവല്, ഏലക്ക, ഇത്രയും സാധനം വെച്ചിട്ട് ഞാനിവിടെ ഒരു പഴത്തിൻ്റെ പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താൽ നമുക്ക് വേഗം വഴന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാൻ ഒരു പാന് വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു. നന്നായി തിളച്ച് വരുന്നുണ്ട്, ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഈ വലിയ കട്ടകളൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ശർക്കരപ്പാനി തയ്യാറാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പഴം
നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അത് ചെറിയ തീയിൽ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശർക്കരപ്പാനി തയ്യാറായിട്ടുണ്ട്. ഇത് മാറ്റി വെക്കണം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത പഴം നന്നായി വഴറ്റിയെടുക്കുക. ശർക്കരപ്പാനി പഴത്തിലേക്ക് ഒരു 3 കയ്യിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഴത്തിനെ നല്ല ഉടച്ച് നമുക്ക് ഇതാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇനി കോക്കനട്ട് പൗഡർ പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇത്തിരി വെള്ളമൊഴിച്ച് നമുക്ക് ഈ പൗഡർ കലക്കിയെടുക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഈ കോക്കനട്ട് പൗഡർ ഒന്ന് പാലാക്കിയെടുക്കുക. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പൗഡർ ആയതുകൊണ്ട് ഇത് ഞാൻ 1-ാം പാലിനുള്ള കട്ടിയിലാണ് ആക്കിയെടുക്കുന്നത്. പൗഡർ ആയതിനെ കൊണ്ട് നമുക്ക് അങ്ങനെ 1-ാം പാലായിട്ട് എടുക്കാനാണ് കുറച്ച് തിക്കായിട്ട് ചെയ്യുന്നത്. ഇത് ഇത്ര തിക്കായി ഉണ്ടാക്കിയത് പൗഡർ കൊണ്ട് നമുക്ക് 1-ാം പാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് 2-ാം പാലായിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ എടുക്കാം. നമുക്കിതിന് വീണ്ടും അടുപ്പിലേക്ക് വെക്കാം. അല്പം ഏലക്കാപ്പൊടി, ഇതിലേക്ക് 2-ാം പാല്, ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലാണല്ലേ? ആ കഴിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഞാനൊരു ഈസിയുള്ള പായസമാണ്. ഞാനൊരു കൃഷി പ്രഥമൻ. കൃഷി പേര് കൃഷി എന്നിട്ടത് ഞാൻ ലാസ്റ്റ് അവിലൊന്ന് ഇങ്ങനെ നെയ്യിൽ ഇട്ട് വറുത്തു. അതിൽ കുറച്ച് തേങ്ങാപ്പൊടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് അപ്പോൾ കടിക്കുമ്പോൾ പിന്നെ പഴം നമ്മൾ നല്ലോണം നൈസായി ചെയ്തിട്ടില്ല, ഒന്ന് കടിക്കാനായിട്ട് ഇങ്ങനെ കിടക്കും. തേങ്ങാപ്പാൽ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? തേങ്ങാപ്പാൽ മാത്രം ശർക്കരയും പഞ്ചസാര യൂസ് അതെ ചെറിയ ക്രഷി. അപ്പോൾ ഒന്ന് അതിലാ ക്രഷി ഇങ്ങനെ വരുമ്പോൾ ഇതും കൂടി കടിക്കുമ്പോൾ ഒരു വ്യത്യാസം. അപ്പം ഇനി ഞാൻ ഫസ്റ്റ് എടുത്ത് വെച്ച കട്ടിയിൽ ഉണ്ടാക്കിയ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ച് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ഈ പായസത്തിലേക്ക് ഞാൻ എൻ്റെ വെറൈറ്റി ആയിട്ട് ഒരു അവിലൊന്ന് ചെറിയ സോട്ട് ചെയ്ത് കുറച്ച് ബട്ടറിൽ, അപ്പോൾ ഈ പായസത്തേക്ക് ഞാൻ കുറച്ച് അവിലെടുത്തിട്ട് ഒന്ന് നെയ്യിൽ ചെറുതായിട്ട് സോട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഈ അവിലെപ്പോഴും ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിലിട്ട് എടുക്കണം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കോക്കനട്ട് പൗഡർ ഇട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അത് ഈ അവിലിനൊരു വേറെ നിൽക്കാനാണ് നമ്മൾ ഇങ്ങനൊരു ഇത് ചെയ്യുന്നത്. അവിൽ പായസത്തിലിടുമ്പോൾ അങ്ങനെ കടിക്കാനായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാനിതിവിടെ ഇനി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പായസം എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അത് പാത്രത്തിലേക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ പായസം ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പായസം റെഡിയായി. അതിലേക്ക് ഇത് ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേര് ഷിജ ചന്ദ്രൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് അഞ്ചരക്കണ്ടിയിൽ നിന്ന് വരുന്നു. എനിക്കിഷ്ടപ്പെട്ട പായസം വെച്ച് അതിൽ വിന്നറായി
ഇനി അടുത്ത സെമി ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തരുന്ന കിറ്റ് കിട്ടി അത് വെച്ച് പായസം ഉണ്ടാക്കണം. നമുക്ക് ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. പാന് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് അണ്ടിയും മുന്തിരി വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇനി ഈ പാത്രത്തിൽ തന്നെ കുറച്ച് അവൽ വറുത്ത് വരാം. നമുക്ക് അവലൊന്ന് വറുത്ത് കോരി വെക്കാം. അല്പം നെയ്യ് ഒഴിച്ച് പഴം വഴറ്റിയെടുക്കാം. പഴം നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിത് അല്പം ഒന്ന് ഉടച്ചെടുക്കാം. കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ വഴറ്റി സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പഴം ശർക്കരപ്പാനിയിലും ഇട്ടൊന്ന് കുറുക്കിയെടുക്കാം. പഴവും ശർക്കരയും നല്ലവണ്ണം കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കുറച്ച് അവൽ ചേർക്കുക. പഴത്തിലും അവലിലും ഈ ശർക്കരപ്പാനി നല്ലവണ്ണം ഒന്ന് പിടിച്ചു വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. പഴത്തിന് നെയ്യ് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടി വരും. ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പായസം ഏകദേശം കുറുകി വരുന്നുണ്ട്. എന്താ ഈ അവസാനം തീരാറായോ? തീരാറായി. എത്ര സമയമുണ്ട്? 15 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ. ആ ഇത് തീരാറായി. ഇനി അല്ലേ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതിപ്പോ എല്ലാ കാര്യങ്ങളും എടുത്തോ അതോ എങ്ങനെയാണ്? പഴം എടുത്തോ? പഴം എടുത്തു, അവലെടുത്തു, എല്ലാം യൂസ് ചെയ്തു. ശർക്കര എടുത്തു, പഞ്ചസാര എടുത്തു, പിന്നെ പാല് തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചത്. എങ്ങനെ എന്ത് തോന്നുന്നു ഈ റൗണ്ടിനെ കുറിച്ച്? ഓക്കെ, ഈസി എന്ന് പറയുന്നില്ല, സൂപ്പറാണ്. ടെൻഷനില്ല. അല്ല ഈ ഒരു പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, അതായത് ഇപ്പോൾ കുറച്ച് ഐറ്റംസ് തരുന്നു, ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ആലോചിച്ചിട്ട് അപ്പോൾ ഒരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ആൾക്ക് ചെയ്യണം തോന്നി, എസ്പെഷ്യലി ഇതിനെ കോമ്പറ്റീഷൻ. അപ്പോൾ എങ്ങനെ ഐഡിയ വന്നു? ഇങ്ങനെയൊക്കെ ആലോചിച്ചു? എത്ര നേരം ആലോചിച്ചു? പഴം ആദ്യം എണ്ണയിൽ വറുത്ത് കോരി വെച്ചിട്ട് അത് കുറച്ച് പകുതി എടുത്തിട്ട് കുറച്ച് സ്മാഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്തു. പിന്നെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് സ്റ്റിൽ, അത് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവല് കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിച്ചത്, മറ്റത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ശർക്കര ഉപയോഗിച്ചു, ശർക്കരപ്പാനി. പിന്നെ മറ്റേ പാൽ ഉപയോഗിക്കാൻ പ്ലാൻ ഇല്ലല്ലോ? ഇല്ല. ഒഴിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? അത് പാലാണ്. ഇത് പാലാണ്, പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവലും പഴവും കൂടി ഉണ്ടാക്കിയ പായസം. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ശ്രീജ, കണ്ണൂർ ആറാംകോട്ടത്തു നിന്ന് വരുന്നു. പായസ മത്സരത്തിൽ ഇന്ന് ഒരു സസ്പെൻസ് റൗണ്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന കിറ്റിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കേണ്ടത്.
ഞാനിവിടെ അവിൽ പഴം പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി അവിലെടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം, ശർക്കര, കോക്കനട്ട് മിൽക്ക് പൗഡർ, ഏലക്കായ, കിസ്മിസ്, കാഷ്യൂ, ഗീ. ഇതിനായി ആദ്യമായി അവിൽ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ആദ്യം അല്പം എടുത്ത് മാറ്റി വെക്കാം. ഇത് കുറച്ചുകൂടി റോസ്റ്റ് ചെയ്യാം. അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കര പാനി തയ്യാറാകുന്ന സമയത്ത് നമുക്ക് പഴം കട്ട് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഇനി അവിൽ ചേർത്തെടുക്കാം. അല്പം കോക്കനട്ട് പൗഡർ മിൽക്കാക്കി ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് പഴം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ അല്പം പഞ്ചസാരയും നെയ്യും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് അല്പം എടുത്ത് നന്നായി സ്മാഷ് ചെയ്ത് വെക്കാം. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശമൊക്കെ തീരാറായി. തീരാറായി. ഇതിപ്പോൾ എന്താ ചെയ്തേ? ഞാൻ അവിൽ ആദ്യം കുറച്ച് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ച്, പിന്നെ കുറച്ച് നല്ല കൂടുതലായിട്ട് റോസ്റ്റ് ചെയ്ത് അതിന് ശേഷം പിന്നെ ശർക്കരപ്പാനിയിലിട്ട് നന്നായിട്ട് പരട്ടിയെടുത്ത് പിന്നെ 2 പാൽ ചേർത്ത് പഴം കട്ട് ചെയ്തിട്ട് നെയ്യിൽ നന്നായിട്ട് കുറച്ച് ഭാഗം സ്മാഷ് ചെയ്തിട്ട് എടുത്ത് അതിൽ ചേർത്ത് കുറച്ച് കടിക്കേണ്ട ഭാഗത്തിൽ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്ത്, കുറച്ച് പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. പായസമാണ് അല്ലേ തീം? ഇനി ഇതിലേക്ക് കാഷ്യൂം കിസ്മിസും റോസ്റ്റ് ചെയ്തിടാം. ഇതിലേക്ക് കാഷ്യൂം കിസ്മിസും ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ അവിൽ പഴപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പേര് ജാനകി പവിത്രൻ. ഞാൻ കോഴിക്കോട് കോട്ടൂളിയിൽ നിന്ന് വരുന്നു. ഈ കിറ്റിലുള്ള സാധനങ്ങൾ പഞ്ചസാര, കോക്കനട്ട് പൗഡർ, നെയ്യ്, ശർക്കര, അവിൽ, അണ്ടി, മുന്തിരി, ഏലക്ക, നെയ്യ്. ആദ്യം പഴം ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വെള്ളം ഒഴിക്കുന്നു. ശർക്കര ഒന്നൊഴിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ശർക്കര ഇത്തിരി ഞാൻ അരിഞ്ഞതും കൂടി ഇങ്ങോട്ട് കൂട്ടിയിട്ട് അത് ഒരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി അരിഞ്ഞ് വെച്ചത്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അവിൽ റോസ്റ്റ് ചെയ്യാൻ പോവുക. അവിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അവിൽ റോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ശർക്കരപ്പാനി ഒഴിക്കാൻ പോവണേ. തേങ്ങാപ്പാൽ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ശർക്കരപ്പാനി ഒന്ന് കുറുകിയതിന് ശേഷം അവിലിട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത അവിൽ ഇതിലേക്ക് ഇടുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പഴം അരിഞ്ഞ് വെച്ചത് നെയ്യിൽ വഴറ്റാൻ പോവാണ്. നെയ്യ് ഒഴിച്ചിട്ട് പഴം ഈ നെയ്യിൽ വാട്ടാൻ പോവാം.
ഇവിടെ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് തോന്നുന്നത്. ലാസ്റ്റ് നമുക്ക് അധികം സമയമില്ല. ഇല്ല, കഴിഞ്ഞു. അതെ, കഴിയാറായി. 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഈ ഏലക്കപ്പൊടി, പഴം വഴറ്റിയത്, ഫൈനൽ സ്റ്റേജിലാ. അതെ, ലാസ്റ്റ് സ്റ്റേജ്. പഴവും പഴം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വഴറ്റി വെച്ചതാണ്. അത് പായസം ഇറക്കിയതിന് ശേഷം അതിലിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് അവിൽ റോസ്റ്റ് ചെയ്ത് മേലിട്ട് ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശർക്കരയും തേങ്ങാപ്പാലും. പഞ്ചസാര യൂസ് ചെയ്തില്ല. ഇല്ല. ഓക്കെ, മറ്റേ പാലും ഇല്ല. ഇല്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പഴം വഴറ്റിയത് ഇതിൽ ചേർത്തി പായസം റെഡിയായി. ഒരു സെർവ് ചെയ്യാൻ ഒരു ഉരുളിയിലേക്ക് ഒഴിക്കുക. അണ്ടി മുന്തിരി അവിൽ വറുത്തത് ചേർത്തി പായസം റെഡിയായി. അപ്പോൾ നമ്മളുടെ സെമി ഫൈനലിൻ്റെ സെക്കൻഡ് റൗണ്ട്, സെമിയിൽ കയറിയ 6 ആൾക്കാരുടെ വാശിയേറിയ മത്സരം. ഒരേ കാര്യങ്ങൾ വെച്ചിട്ട്, ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്ത് നമ്മൾക്ക് ഒരു വാശിയേറിയ മത്സരം കണ്ടൊരു ഫീലാണ്. പക്ഷെ ഭയങ്കര ഫാസ്റ്റായിട്ട് ആ 1 മണിക്കൂർ എന്നുള്ള ആ ടൈം ബൗണ്ടായിട്ട് ചെയ്തു. ഇപ്പോഴാണ് ഒരു മത്സര സ്വഭാവം വന്നതെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? എക്സാം അത് എക്സാമിന് പോയ പോലെ തോന്നുന്നു. എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ. യെസ്, ഇതാണ് ശരിക്കും പറഞ്ഞ ചാലഞ്ച്. ചാലഞ്ച്. ഇഷ്ടമായി. ദിവസങ്ങൾ എടുത്താലും ഒരുപാട് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതെ അതെ, മനസ്സിലായി. മറ്റേത് കുറേ പേര് ഒന്നിച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റൂല. ടേസ്റ്റ് നോക്കണ നിങ്ങളും അതെ മടുത്തു പോവും. അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള പായസം കൊണ്ടുവരുമ്പോൾ അതിൽ എങ്ങനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് അറിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. ബിരിയാണി ആയാലും പായസം ഒക്കെ അങ്ങനെ ഒരേ ടേസ്റ്റ് ഉണ്ടാക്കണാകുമ്പോൾ. പക്ഷേ ഇതാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ചെയ്യുമ്പോൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്ത് നമുക്ക് മാർക്ക് ഇടാം കൃത്യമായിട്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ സെയിം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിളിക്കാം അല്ലേ? എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഫസ്റ്റ് നസീമ KK. ടെൻഷനുണ്ട് കേട്ടോ, നല്ല ടെൻഷൻ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, പക്ഷേ എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഇടയിലൊന്ന് കാണാൻ വന്ന് പറ്റി. അതിൽ ഏലക്ക കിട്ടാത്ത ശരിയായി. ശരിയായി. പിന്നെ ഇത് കുഴപ്പമില്ല. ഇതിപ്പോ എന്താ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ പേരെന്താ? പഴം, അവില് വിളയിച്ച് ശർക്കര ഇട്ട് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് പായസം. മറ്റേ പാലുണ്ടായിരുന്ന തേങ്ങാപ്പാൽ തന്നെ. പഴം കഷ്ണങ്ങളായിട്ടാണോ അതോ നെയ്യിൽ നല്ലോണം വഴറ്റിയെടുത്തു. അപ്പൊ ഇതിനകത്ത് കടിക്കാനുണ്ടോ? കുറച്ചുണ്ടാവും, ഒന്നായിട്ടില്ല. കടിക്കുമ്പോൾ പിന്നെ നട്സ് പൊടിച്ചിട്ടു. പൊടിച്ചിട്ടിരുന്നു അല്ലേ നട്സ്? ഓക്കെ. പഞ്ചസാരയും ആണോ ശർക്കര? ശർക്കര. പഞ്ചസാര ചേർത്തിട്ടേ ഇല്ല. മധുരം കറക്റ്റ്. നന്നായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ മനസ്സിൽ എന്താണ് പോണത്. നമ്മൾ സസ്പെൻസിൽ വെക്കാൻ പോകണം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഗുഡ്, താങ്ക് യു. അടുത്ത ആള് ഫെബിന. അപ്പോൾ ഫെബിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാം കുറച്ച് എന്താ പറയുക, ഇലാബറേറ്റ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ താല്പര്യമില്ല. യെസ്, കുറച്ചുകൂടി എങ്ങനെയാണ് കുറച്ചുകൂടി അല്ലേ ഇങ്ങനെ അതുപോലെ ചെയ്യാൻ തന്നെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് പാത്രം പണി പറ്റിച്ച് വേഗം പെട്ടെന്ന് കരിഞ്ഞു. ആണോ? ഇൻഡക്ഷനിൽ വെക്കുന്ന പാത്രമല്ലായിരുന്നോ? അല്ല, ഞാൻ വേറൊരാളുടെ വാങ്ങിയായിരുന്നു. പക്ഷെ അത് കരിഞ്ഞു പോയി. പിന്നെ മൈൻഡ് അങ്ങോട്ട് പോയി. അന്നേരം ഉള്ളതിൽ എങ്ങനെയെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഞാൻ ഈ ബനാന ചെറിയ പീസാക്കിയിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിൽ നല്ലോണം ബോൾസ് ആക്കിയിട്ട് നല്ല ഇതിൽ ആക്കിയെടുക്കാമെന്ന് വെച്ചായിരുന്നു. എന്നിട്ട് പിന്നെ പാല് നല്ലോണം കുറുക്കിയെടുത്തിട്ട് പിന്നെ അതിലിട്ട് കുറച്ച് അവിൽ റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് വറട്ടാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ എന്താ? അത് ബനാന ബോൾസ് ആക്കിയിട്ട്
പക്ഷെ അതുപോലെ ചെയ്യാൻ പറ്റില്ല വിചാരിച്ച അത്രയും പറ്റില്ല. ഇതല്ലേ നമ്മൾ പിടി വേറൊന്നുമില്ലല്ലോ. പിടി പോലെ അല്ലേ, ബോൾസ് ആക്കി ഇട്ടു. ഇത് ബനാന വേവിച്ചിട്ട് ബനാന ചെറുതായിട്ടൊന്ന് വാട്ടി ഒന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് നട്ട്സും ഇതൊക്കെ ചെറുതായിട്ട് പൊടിച്ചിട്ട് പാല് കുറിക്കോ? പാല് കുറുക്കിയെടുത്ത് വേറൊരു ടേസ്റ്റ്. അത് ഞാൻ ഷുഗർ കാരമലൈസ് ചെയ്തതാണ്. അടുത്ത നസീമ അലി. നല്ലൊരു എന്താ പറയാ, നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, വളരെ ജോവിയലാണ്. അതിനുപരി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ്. എക്സാക്ട്ലി, സന്തോഷമാണ് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് അവല് അവസാനം നമുക്ക് വേണ്ടിയിട്ട് ക്രഞ്ചിനെസ് കിട്ടാനായിട്ട് ലാസ്റ്റ് ഒന്ന് തേങ്ങയിൽ സോൾട്ട് ചെയ്തത്. അതുകൊണ്ട് ഈ ക്രഞ്ചി എന്ന് പേരിട്ടിരിക്കുന്നത്. ഓക്കേ, എന്തുടാ പഴം ചേർത്തു അല്ലേ? പഴം ഒന്ന് നെയ്യിൽ വയറ്റി നല്ലോണം. അതുണ്ട് പഴം കഴിക്കാൻ, അതാണ് അവിടെ ക്രഞ്ചിന്ന് കൊടുത്ത്. സാധാരണ പഴം നല്ല ജ്യൂസ് അടിച്ചിട്ടൊക്കെ ആവുമല്ലോ ചേർക്കുക, അങ്ങനെ അല്ലാതെ ഒന്ന് കടിക്കാനായിട്ട് ഒരു ടേസ്റ്റ്. തേങ്ങാപ്പാലും മാത്രം, മറ്റേ പാല് ചേർത്തിട്ടില്ല, ശർക്കര. ഇതിൽ ചുക്കുപൊടിയും കൂടി ചേർക്കുമ്പോൾ ഒന്നും കൂടി ഒരു ബെറ്റർ ആവും. പക്ഷെ ചുക്കുപൊടി കിട്ടിയില്ല, അതുകൊണ്ട് ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ നമ്മളതിന് പറ്റില്ലല്ലോ. നിങ്ങൾ തന്നതായിട്ട് ഈ അവലിങ്ങനെ ആക്കി എടുക്കുമ്പോൾ ആ ചുക്കുപൊടി ഒന്ന് വെതറി കൊടുത്താൽ അത് ആ കൃഷി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. അടുത്ത ആള് ശ്രീജ ചന്ദ്രൻ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, വേഗം ഉണ്ടാക്കാൻ സാധിച്ചു, വിചാരിച്ച പോലെ വന്നു. ഇതിപ്പോൾ അവല് പഴം വഴറ്റിയിട്ട് അതൊന്ന് നല്ലോണം ഇതിൽ പശുനെയ്യിൽ വഴറ്റിയെടുത്ത്, പിന്നെ അവല് കുറച്ച് പഴമൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ടാവോ അകത്ത്? പീസസ് കുറച്ച് പീസ് കുറച്ച് ഇട്ടിട്ടുണ്ട്, ബാക്കി ഉടച്ചോ? ഉടച്ചു. ഓക്കെ, അവലാണെങ്കിലോ? അവല് വറുത്തിട്ട് അതിൽ ചേർത്തു. പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയോട് ശർക്കരയുണ്ട്. ശർക്കരയുണ്ട്. ഓക്കെ, അതാണ് ആ കളർ, ഒരു ഗോൾഡൻ കളർ വരും രണ്ടും കൂടി ചേർത്താൽ. എല്ലാവരും യമ്മിയാണ്, എല്ലാവരും യമ്മിയാണ്, അടിപൊളിയാണ്. ശ്രീജ കെ ഇ. ശ്രീജ നമ്മളൊരു റൗണ്ട് കണ്ടതാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിനകത്ത് അവല് റോസ്റ്റ് ചെയ്തു, ശർക്കര പാനിയിൽ നന്നായി സോട്ട് ചെയ്ത്, പിന്നെ പഴം അതുപോലെ നെയ്യിൽ നല്ലോണം വഴറ്റിയെടുത്തിട്ട് കുറച്ച് സ്മാഷ് ചെയ്തിട്ട് കുറച്ച് പീസസ് ഇട്ട് ടോട്ടലി ഒരു സ്മാഷ് ആക്കി അല്ലേ? ഇത് ലൂസ് പായസം അല്ല, കട്ടി, അതാണ് ഉദ്ദേശിച്ചത്. അവൽ പായസം കട്ടിക്കാണ് ചെയ്താന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ നെയ് പായസമൊക്കെ പോലെയാണ്, അതാണ് അങ്ങനെ ലൂസ് വേണ്ട വിചാരിച്ചു. അല്ല, അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തതാണ്. അവൽ പായസത്തിന് മുമ്പ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇത് വെച്ച് ചെയ്തത്. പക്ഷെ അതുപോലെ ആയോ എന്ന് എനിക്കറിയില്ല. ജാനകി പവിത്ര.
ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടി അവസാനം ഇടുന്നത്. ഓക്കെ. അത് ക്രഞ്ചി ആക്കിയിട്ടാണ് ആദ്യം തന്നെ നെയ്യിൽ ക്രഞ്ചി ആക്കി വെച്ചതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അതിലാണ് ഇത് തയ്യാറാക്കിയത്. അതിന് ശേഷം പിന്നെ ഏതിനെ വരട്ടി ഇറക്കി? പിന്നെ ക്രഷ് ചെയ്ത അവല് ശർക്കരപ്പാനിയിലൊന്ന് നന്നായിട്ട് വീണ്ടും വരട്ടിയെടുത്തു. വരട്ടിയെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ പഴം നന്നായി നെയ്യിൽ വഴറ്റി അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഉറുക്കിയെടുത്തതിന് ശേഷം അവല് കുറച്ചുകൂടി റോസ്റ്റ് ചെയ്തിട്ട് പായസം തയ്യാറായി കഴിഞ്ഞതിന് ശേഷം മുകളിൽ വിതറി ഏലക്കായപ്പൊടി ഇട്ട്. മനസ്സിലായി. ഏത്തക്കയുടെ പീസസ് എല്ലാം നമ്മൾ അതുപോലെയൊക്കെ പീസ് കിട്ടുന്ന രീതിയിൽ പീസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വല്ലാണ്ട് മാഷ് ചെയ്ത് ചേർത്തിട്ടില്ല. ഇല്ല. നെയ്യിൽ വരട്ടിയ സാധനം തന്നെയാണ് അല്ലേ? നെയ്യിൽ അവില് റോസ്റ്റ് ചെയ്താൽ അതും ഈ പഴം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാം നല്ലത്. അടിപൊളി. അപ്പൊ എല്ലാവർക്കും അടിപൊളി. നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് അറിയാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എന്താ ചെയ്യാന്നുള്ളൊരു മനസ്സ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഏത് റിയൽ ആയിട്ട് നമുക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെ എന്തെങ്കിലും നമ്മള് മനസ്സുകൊണ്ട് എന്താണ് തീരുമാനിച്ചത്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ രണ്ടാളും നിങ്ങളെന്താ തീരുമാനിക്കണം അതിന് ഞങ്ങൾ സംതൃപ്തി. ഞമ്മക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ഞങ്ങൾക്ക് ഈ വേദിയിലെത്താൻ കഴിഞ്ഞതിൽ വളരെ അതാണ് കാരണം നമ്മള് സെമിക്ക് എത്തുന്നില്ല നമ്മൾ കരുതിയിട്ടില്ലല്ലോ. മറ്റേ അടുത്തത് ഇത് തന്നെ ഒരു വിന്നിംഗ് ആണ്. നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റി. ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടുതൽ. അല്ല ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഞങ്ങൾക്കൊക്കെ ഈ വേദി കിട്ടി പ്രായമായപ്പോ ഇവിടെ വന്നത് കുറെ കാലങ്ങളായിട്ട് നിങ്ങളെ കൂടെ വരണം കാണണം എന്നുള്ളത് ഉണ്ടെങ്കിലും ഞാൻ ഇറങ്ങിയിട്ടില്ല. പക്ഷെ അതിന് ഞാൻ ഇപ്പോൾ ഇറങ്ങിയപ്പോ എല്ലാത്തും ഇറങ്ങി. സെമിയിൽ നമുക്ക് എത്താൻ പറ്റില്ലോ. നിങ്ങളുടെ കൂടെ മത്സരിച്ച എല്ലാവരും ഭയങ്കര പ്രഗത്ഭർ തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് സെമിയിൽ ഭാഗ്യം ഒരു ഫാക്ടറും കൂടിയാണ്. വളരെ നല്ല കാര്യം. അതിന്ന് പിന്നെ നിങ്ങളെ കയ്യിലല്ലേ ഞങ്ങളെ ഞങ്ങളുടെ കയ്യിലുമല്ല, നിങ്ങളുടെ ഭാഗ്യമാണ് എന്താണ് നിങ്ങൾ പെർഫോം ചെയ്തത്. അപ്പൊ എന്തായാലും ഇതിന്റെ റിസൾട്ട് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യില്ല. കാരണം ഈ 6 പേരുടെയും നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 6 പേരും കൂടി മത്സരിച്ച് കഴിഞ്ഞിട്ട് ഈ സെമി ഫൈനലിസ്റ്റുകളെ എല്ലാവരെയും ഒന്നിച്ച് നിർത്തിയിട്ട് അതിൽ നിന്നാണ് 6 പേരെ പിക്ക് ചെയ്യുന്നത്. അല്ല ഓരോ റൗണ്ടിൽ നിന്നും 2 പേര് വെച്ചായിരിക്കില്ല. പക്ഷേ ടോട്ടൽ 18 പീപ്പിളിൽ നിന്നും നമ്മൾ ഒരു 6 പേരെ അടുത്ത ഫൈനൽസിലേക്ക് എടുക്കും. അപ്പൊ ആരും ഔട്ടാകുന്നില്ല. ഇന്നാകുന്ന ഒരു 6 പേരുണ്ടാവും അകത്തേക്ക്. ഒരാളെ എടുക്കുള്ളൂ. അങ്ങനെയില്ല, ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും 3 പേര് വരുന്നത്. അങ്ങനെ അല്ലെങ്കിൽ കഴിഞ്ഞ റൗണ്ടിൽ ചെയ്തവരിൽ നിന്ന് 2 പേരാകാം. അടുത്ത റൗണ്ടിൽ ചിലപ്പോൾ ഒരാളാകാം. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. ബെസ്റ്റ് അവസാനം അതിൽ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്ക്. കാര്യം എല്ലാവരും ഒരേ ചേരുവകൾ വെച്ചിട്ടല്ലേ ചെയ്തത്. അപ്പം 3 ആൾക്കാരുടെയും ചാൻസസ് കഴിയട്ടെ. അടുത്ത 6 പേരും കൂടി പെർഫോം ചെയ്തിട്ട് ആ ടേസ്റ്റും കൂടി അറിഞ്ഞിട്ട് ഒരു ഇവാലുവേഷൻ ഞങ്ങൾ കൃത്യമായിട്ടെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇവാലുവേഷൻ ആഫ്റ്റർ ടേസ്റ്റിംഗ് ഓൾ ദ ഡിഷസ്. ഈ 18 പേരുടെയും ഭക്ഷണം നമ്മൾ പായസം കഴിച്ചിട്ട് അതിലേറ്റവും 6 ആണെന്ന് തീരുമാനിക്കും. നിങ്ങൾ എല്ലാവരെയും ഒന്നിച്ച് നിർത്തിയിട്ട് തന്നെ കറക്റ്റ് ആവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ മധുരം പായസറാണി മത്സരം ഏകദേശം ഇന്നത്തെ സെമി ഫൈനൽ റൗണ്ടും അവസാനിച്ചിരിക്കുകയാണ്. സന്തോഷം തോന്നുന്നില്ലേ? പിന്നെ ഹാപ്പി. നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരായ നിങ്ങളും സന്തോഷമായിട്ട് ഇത് കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. കാര്യം ഇതൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡായിരുന്നു. കാരണം ഇവരുടെയൊക്കെ മനോഹരമായ പായസം മേക്കിങ്ങാണ് കണ്ടത്. എത്ര നല്ല റെസിപ്പീസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാജിക്കാണ് എല്ലാവരും. അതെ, വളരെ കൂളായിട്ട് എടുത്തു. അപ്പോൾ എന്തായാലും ഈ ഒരു പായസ മത്സരം ഇത് 8ാമത്തെ ദിവസമാണ് സെമി ഫൈനൽ റൗണ്ടിൻ്റെ 2ാമത്തെ ഒരു ഗ്രൂപ്പിൻ്റെ. ഇനിയും മത്സരം തുടരും. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഇനി 2 ദിവസം കൂടിയുണ്ട്. ഇതൊരു 10 നാൾ നീണ്ടു നിൽക്കുന്ന പായസറാണി മത്സരമാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇനിയും കൂടുതൽ കാഴ്ചകൾക്കായി അതുവരെ ബൈ. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ UTNSL Slice, Stir and Serve, The Kerala Handlooms, Balarampapuram, Trivandrum, Dr. Lakshmi Nayar's Ornaments Courtesy, Abharanam by Anuradha Nayar, Ace Fort, Trivandrum, Dr. Lakshmi Nayar's Costume Courtesy,
The Kerala Handlooms, Balaramapuram, Trivandrum.